നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ തലവര തന്നെ മാറ്റിക്കുറിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പുതിയ ട്രെയിൻ, വന്ദേ ഭാരത് സ്ലീപ്പർ. ഇതൊരു വെറും പേരല്ല, ഇന്ത്യയുടെ ട്രെയിൻ യാത്രകൾ ഇനി പഴയതുപോലെ ആയിരിക്കില്ല എന്നതിൻ്റെ ഒരു ഉറപ്പാണ്. ശരി, അപ്പോൾ നമുക്ക് കിടിലൻ യാത്രയിലേക്ക് കടക്കാം. പണ്ടൊക്കെ ഇന്ത്യൻ റെയിൽവേ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എന്തായിരുന്നു? ട്രെയിൻ ലേറ്റാണ്, ഭയങ്കര അസൗകര്യമാണ്, എപ്പോഴും പരാതികളാണ്, ഇതൊക്കെയായിരുന്നു അല്ലേ? പക്ഷേ ആ കാലമൊക്കെ മാറുകയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വേഗതയെക്കുറിച്ചാണ്, ആഡംബരത്തെക്കുറിച്ചാണ്, അഭിമാനത്തെക്കുറിച്ചാണ്. അതാണ് വന്ദേ ഭാരത് കൊണ്ടുവരുന്ന പുതിയ ഇന്ത്യ. ഈയൊരു മാറ്റത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, ദിവസവും ഏകദേശം 3 കോടി ആളുകളാണ് ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നത്. അത്രയും വലിയൊരു സിസ്റ്റം മാറുന്നതിൻ്റെ ഏറ്റവും പുതിയ മുഖമാണ് ഈ വന്ദേ ഭാരത് സ്ലീപ്പർ. ഇതൊരു ട്രെയിൻ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ മാറുന്ന ഇന്ത്യയുടെ ഒരു പ്രതീകം തന്നെയാണ്. ഈയടുത്ത് റെയിൽവേ മന്ത്രി ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോകൾ ഷെയർ ചെയ്തപ്പോൾ അത് കണ്ട ഓരോ ഇന്ത്യക്കാരനും ശരിക്കും അഭിമാനം തോന്നി. കാരണം യൂറോപ്പിലെയും ബ്രിട്ടനിലെയും ജപ്പാനിലെയുമൊക്കെ വലിയ വലിയ എഞ്ചിനീയർമാർ വരെ അത്ഭുതപ്പെട്ടു പോയൊരു ടെക്നോളജിയാണിത്. നമ്മുടെ ട്രാക്കുകളിലൊന്നും ഇത്ര വേഗത്തിൽ ട്രെയിൻ ഓടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞവർക്കുള്ള ഒരു മറുപടി കൂടിയായിരുന്നു അത്. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രെയിനിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റിലേക്ക് വരാം. എന്താണെന്നല്ലേ? അതിൻ്റെ വിശ്വസിക്കാൻ പറ്റാത്ത വേഗതയും പിന്നെ ആ സ്റ്റെബിലിറ്റിയും തന്നെ. മണിക്കൂറിൽ 180 കിലോമീറ്റർ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ടെസ്റ്റ് ഓട്ടത്തിൽ ഈ ട്രെയിൻ തൊട്ട വേഗതയാണിത്. ഇന്ത്യയിലെ ട്രെയിൻ യാത്രയിൽ ഇതൊരു പുതിയ ചരിത്രം തന്നെയാണ്. വേഗതയുടെ കാര്യത്തിൽ ഇനി നമ്മളും ഒട്ടും പിന്നിലായിരിക്കില്ലെന്ന് സാരം. അപ്പോൾ ഇത്രയും സ്പീഡിൽ പോകുമ്പോൾ നല്ല കുലുക്കം കാണുമല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലേ? പക്ഷേ അവിടെയാണ് ഏറ്റവും വലിയ അത്ഭുതം. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ പായുമ്പോഴും ട്രെയിനിൻ്റെ ഉള്ളിൽ വെച്ച ഒരു ഗ്ലാസ്സിലെ വെള്ളം അതിൽ നിന്ന് ഒരു തുള്ളി പോലും പുറത്തു പോയില്ല. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം യാത്ര എത്രമാത്രം സ്മൂത്തായിരിക്കുമെന്ന്. കുലുക്കമില്ല, അസ്വസ്ഥതകളില്ല, കിടിലൻ യാത്ര. അപ്പോൾ വേഗതയുടെയും ടെക്നോളജിയുടെയും കാര്യമൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ പുറമേയുള്ള കാര്യങ്ങൾ. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കിയാലോ? ഒരു സാധാരണക്കാരന് ഒരു 5 സ്റ്റാർ ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിലോ കിട്ടുന്ന അതേ അനുഭവമാണ് വന്ദേ ഭാരത് സ്ലീപ്പർ നമുക്ക് തരുന്നത്. ഓരോ യാത്രക്കാരൻ്റെയും സൗകര്യത്തിന് എത്രത്തോളം വില കൊടുത്തിട്ടുണ്ടെന്ന് നോക്കൂ. ഓരോ ബെർത്തിലും നമുക്ക് സ്വന്തമായി ഫോൺ ചാർജ് ചെയ്യാൻ ഒരു USB പോർട്ടുണ്ട്. രാത്രിയിൽ വായിക്കാനായിട്ട് ഒരു പ്രത്യേക ലൈറ്റ് ഉണ്ട്. പിന്നെ ഓരോരുത്തർക്കും കൺട്രോൾ ചെയ്യാവുന്ന AC വെന്റ്, ചെറിയ സാധനങ്ങൾ വയ്ക്കാനുള്ള സ്ഥലം, മൊബൈൽ വയ്ക്കാനുള്ള സ്റ്റാൻഡ്, എന്തിന് സഹായം വേണമെങ്കിൽ ജീവനക്കാരെ വിളിക്കാൻ ഒരു ബട്ടൺ വരെ. യാത്രകൾ ഇനി ഒരിക്കലും ബോറടിക്കില്ല. ഈ ട്രെയിൻ മുഴുവനായും എയർ കണ്ടീഷൻ ചെയ്തതാണ്. ഇതിൽ ഒരു ഫസ്റ്റ് AC കോച്ചും 4 സെക്കൻഡ് AC പിന്നെ 11 തേർഡ് AC കോച്ചുകളുമുണ്ട്. എല്ലാം കൂടെ 18 കോച്ചുകളിലായി 823 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം. അതുമാത്രമല്ല, കുളിക്കാനുള്ള ഷവർ സൗകര്യത്തോടുകൂടിയ പുതിയ മോഡൽ ബയോ ടോയ്ലറ്റുകളും ഇതിലുണ്ട്. ഇതിലെല്ലാം ഉപരി നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാണുന്ന ടെക്നോളജിയും ഡിസൈനുമെല്ലാം പൂർണ്ണമായും നമ്മുടേതാണ്. ആത്മനിർഭർ ഭാരത് അഥവാ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ആശയത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണിത്. ഈ ട്രെയിൻ വെറും ഒരു വാഹനം മാത്രമല്ല, കുറച്ച് ബുദ്ധിയൊക്കെയുണ്ട്. ഇതിലെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഒരു സാധാരണ ബ്രേക്കല്ല. അതായത് ട്രെയിൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജം വെറുതെ കളയാതെ അതിനെ വൈദ്യുതിയാക്കി മാറ്റി ബാറ്ററികളിൽ സൂക്ഷിക്കും. ഇതുകൊണ്ട് ഇന്ധനം ലാഭിക്കാം, ട്രെയിനിൻ്റെ കാര്യക്ഷമത കൂട്ടാം. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സ്മാർട്ട് ട്രെയിനാണ്. ശരി, ഇനി നമുക്ക് ഭാവിയെക്കുറിച്ച് സംസാരിക്കാം. ഈ ട്രെയിൻ വരുമ്പോൾ നമ്മുടെ യാത്രാസമയത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എപ്പോഴാണ് നമുക്കിതിൽ യാത്ര ചെയ്യാൻ പറ്റുക? ഇതാണ് യഥാർത്ഥ വിപ്ലവം. നോക്കൂ, മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ഇപ്പോൾ 6 മുതൽ 8 മണിക്കൂർ വരെ എടുക്കും. വന്ദേ ഭാരത് വരുമ്പോൾ അത് വെറും 3 മണിക്കൂറായി കുറയും. അതുപോലെ 16 മണിക്കൂറിലധികം എടുക്കുന്ന മുംബൈ ഡൽഹി യാത്ര വെറും 12 മണിക്കൂർ കൊണ്ട് തീരും. ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ എത്രമാത്രം സമയമാണ് ലാഭിക്കാൻ പോകുന്നതെന്ന് ഒന്ന് ഓർത്തു നോക്കൂ. അപ്പോൾ ഈ ട്രെയിനിൻ്റെ യാത്ര ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. 2023 ഡിസംബറിൽ ടെസ്റ്റിംഗ് തുടങ്ങി. ഇപ്പോൾ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇതിൻ്റെ ട്രയൽ റൺ നടക്കുന്നുണ്ട്. എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടന്നാൽ 2025 മാർച്ചിൽ ഇത് ഔദ്യോഗികമായി സർവീസ് തുടങ്ങും. ആദ്യത്തെ സർവീസ് മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്കായിരിക്കും. ഇന്ത്യയുടെ ലക്ഷ്യം വേഗത മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ ഒരു തരി പോലും മലിനീകരണമുണ്ടാക്കാത്ത ഒരു ഹൈഡ്രജൻ ട്രെയിനും ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ട്. പുകയ്ക്ക് പകരം വെള്ളം മാത്രം പുറത്തുവിടുന്നൊരു ട്രെയിൻ. റെയിൽവേയിലെ പുതിയ കണ്ടുപിടുത്തങ്ങളിൽ ഇന്ത്യ ലോകത്തിന് തന്നെ മാതൃകയാവുകയാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്.
എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴൊരു പ്രധാന ചോദ്യം ഇതായിരിക്കും: ഇതിൻ്റെ ടിക്കറ്റ് നിരക്ക് എത്രയാകും? സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുമോ? റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുന്നത് സാധാരണക്കാരെയും ഇടത്തരക്കാരെയും മനസ്സിൽ വെച്ചായിരിക്കും ഇതിൻ്റെ നിരക്ക് തീരുമാനിക്കുക എന്നാണ്. മിക്കവാറും രാജധാനി എക്സ്പ്രസിൻ്റെ ടിക്കറ്റ് നിരക്കിന് അടുത്തായിരിക്കും ഇതും വരിക. അപ്പോൾ വന്ദേ ഭാരത് സ്ലീപ്പർ എന്ന് പറയുന്നത് വെറുമൊരു ട്രെയിനല്ല, അത് മാറുന്ന ഇന്ത്യയുടെ, അതിൻ്റെ കഴിവുകളുടെ, അതിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു അടയാളമാണ്. അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: ഇന്ത്യയുടെ ഈ റെയിൽ വിപ്ലവം ലോകത്തിന് തന്നെ ഒരു വഴികാട്ടിയാകുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.